2011 സെൻസസ് നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ? നിങ്ങൾ 1990കളിലോ 2000-ലോ ജനിച്ചു വളർന്നവരാണെങ്കിൽ ഒരുപക്ഷെ 2011 സെൻസസ് നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകും. സെൻസസ് എടുക്കാനെത്തിയ ഉദ്യോഗസ്ഥർ നിങ്ങളുടെ വാതിലിൽ മുട്ടി നിങ്ങളുടെ വീട്ടിലെ താമസക്കാരുടെ എണ്ണം, വിദ്യാഭ്യാസ നിലവാരം, ശുചിമുറി പോലെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ ലഭ്യത എന്നിവയെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ച് ഡേറ്റ ശേഖരിച്ചിരിക്കാം. ഇപ്പോൾ ഒരു പതിറ്റാണ്ടിന് ശേഷം 2025ലേക്ക് എത്തി നിൽക്കുമ്പോൾ നമ്മൾ വീണ്ടും ഒരു സെൻസസിന്റെ പടിവാതിൽക്കലാണ്. 2011 ശേഷം 2021 നടത്തേണ്ടിയിരുന്ന സെൻസസ് കോവിഡ് മഹാമാരി കാരണം ഇപ്പോൾ തന്നെ 3-4 വർഷം ലേറ്റാണ്. പെൻ പേപ്പർ ഡേറ്റ കളക്ഷനിൽ നിന്നും ഡിജിറ്റൽ ടാബുലേഷനിലേക്ക് സെൻസസ് മാറ്റാനുള്ള സർക്കാരിന്റെ തീരുമാനവും സെൻസസ് വൈകുന്നതിന് ഒരു കാരണമായിട്ടുണ്ട്. ഈ കാലതാമസത്തിന്റെ ഒരു ചെറിയ അസൗകര്യം മാത്രമല്ല, വാസ്തവത്തിൽ സെൻസസ് വൈകുന്നത് ചില ഗുരുതര സങ്കീർണതകൾ കൂടി ഉണ്ടാക്കുന്നു. എന്തൊക്കെയാണ് ആ സങ്കീർണതകൾ? എന്തുകൊണ്ടാണ് സെൻസസ് എടുക്കുന്നതിൽ ഇനിയും കാലതാമസം വരുന്നത് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്നത്? എല്ലാത്തിലുപരി എന്തുകൊണ്ടാണ് സെൻസസ് നമുക്ക് ഇത്ര ഇമ്പോർട്ടൻ്റ് ആവുന്നത്? നമുക്ക് വിശദമായി നോക്കാം. ഒരു നിശ്ചിത ഭൂപ്രദേശത്തെ അംഗങ്ങളെക്കുറിച്ചുള്ള ജനസംഖ്യാപരമായ വിവരങ്ങൾ വ്യവസ്ഥാപിതമായി ശേഖരിച്ച് രേഖപ്പെടുത്തുന്നതിനും സ്ഥിതിവിവര കണക്കുകളുടെ രൂപത്തിൽ പ്രദർശിപ്പിക്കുന്നതിനുമുള്ള നടപടിക്രമമാണ് സെൻസസ് എന്നറിയപ്പെടുന്നത്. കൃത്യമായ ഇടവേളകളിൽ നടത്തുന്ന സെൻസസ് കേവലം തലയെണ്ണൽ മാത്രമല്ല, നമ്മുടെ രാജ്യത്തെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു, ആരൊക്കെ എവിടെയാണ് താമസിക്കുന്നത്, നഗരങ്ങൾ എങ്ങനെ വികസിക്കുന്നു, സർക്കാരിൻ്റെ സാമൂഹിക നയങ്ങളിൽ ഏതു തരത്തിലുള്ള മാറ്റങ്ങളാണ് കൊണ്ടുവരേണ്ടത് തുടങ്ങി രാജ്യത്തിന്റെ ക്ഷേമ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത് മുതൽ രാഷ്ട്രീയ തന്ത്രങ്ങൾ രൂപീകരിക്കുന്നതിന് വരെയുള്ള എല്ലാത്തിനും അടിസ്ഥാന ശിലയാണ് ഒരു രാജ്യത്തിന്റെ സെൻസസ്. കഴിഞ്ഞ സെൻസസുകളിലൂടെ കടന്നുപോയാൽ തന്നെ ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതാണ്. ഉദാഹരണത്തിന് 1991-ലെയും 2011-ലെയും സെൻസസ് റിപ്പോർട്ടുകൾ എടുക്കാം. ഈ രണ്ട് സെൻസസ് റിപ്പോർട്ടുകൾ അന്നത്തെ വടക്കേ ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ചുള്ള ചില ഞെട്ടിക്കുന്ന വസ്തുതകൾ വെളിപ്പെടുത്തിയിരുന്നു. പഞ്ചാബ്, ഹരിയാന, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കുട്ടികളുടെ ലിംഗാനുപാതത്തിൽ കുത്തനെയുള്ള ഇടിവുണ്ടായിരുന്നു. ലളിതമായി പറഞ്ഞാൽ, മേൽപ്പറഞ്ഞ സംസ്ഥാനങ്ങളിലെ സമൂഹം പെൺകുഞ്ഞുങ്ങളെ ഗർഭചിത്രം ചെയ്യുകയും ആൺകുട്ടികളെ അനുകൂലിക്കുകയും ചെയ്തു. ലിംഗസമത്വത്തിനെതിരായ ഈ പ്രവണത ഗവൺമെന്റിനെ ഈ വിഷയത്തിൽ ഇടപെടാൻ നിർബന്ധിതരാക്കി. തുടർന്ന് പെൺഭ്രൂണഹത്യ തടയാനായി 1994 പ്രീ കൺസെപ്ഷൻ ആൻഡ് പ്രീ നേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ് പ്രൊഹിബിഷൻ ഓഫ് സെക്സ് സെലക്ഷൻ ആക്ടും 2015 ലിംഗപക്ഷപാതം നിരുത്സാഹപ്പെടുത്തുന്നതിനായി ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ക്യാമ്പയിൻ എന്നിവയും സർക്കാർ കൊണ്ടുവന്നു. സമാനമായി 2001-ലെയും 2011-ലെയും സെൻസസ് അന്നത്തെ ദ്രുതഗതിയിലുള്ള നഗരവൽക്കരണ പ്രവണതകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. ആ ഡേറ്റ കണക്കിലെടുത്താണ് 2005 JNNURM, 2015 സ്മാർട്ട് സിറ്റി മിഷൻ, അമൃത് പോലെയുള്ള സംരംഭങ്ങൾ ഗവൺമെന്റുകൾ ആരംഭിച്ചത്. ഇവയെല്ലാം ഇന്ത്യൻ നഗരങ്ങളെ കൂടുതൽ ജനജീവിത യോഗ്യമാക്കി സുസ്ഥിര വികസനം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഉള്ളതായിരുന്നു. കേവലം അക്കങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല സെൻസസ് ഡേറ്റ. രാജ്യത്തിന്റെ റിസോഴ്സസ് എങ്ങനെ വിതരണം ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതിന് സഹായിക്കുന്നതും സെൻസസ് ഡേറ്റയാണ്. ഉദാഹരണത്തിന്, വ്യവസായ വകുപ്പ് കുറഞ്ഞ സാക്ഷരതാ നിരക്കുള്ള സംസ്ഥാനങ്ങളെ പിന്തുണയ്ക്കുന്നതിന് ഈ ഡേറ്റയെ ആശ്രയിച്ചിരിക്കുന്നു. ധനകാര്യ കമ്മീഷൻ ആ ഫണ്ട് എങ്ങനെ അനുവദിക്കണമെന്ന് തീരുമാനിക്കുന്നതും ഈ ഡേറ്റയെ ആശ്രയിച്ച്. പക്ഷേ അവിടെയാണ് യഥാർത്ഥ പ്രശ്നം. 2021 നടത്തേണ്ടിയിരുന്ന സെൻസസ് വൈകിയതിനാൽ പോളിസി രൂപീകരണത്തിനായി നമ്മൾ ഇന്നും ആശ്രയിക്കുന്നത് 2011 കാലഹരണപ്പെട്ട സെൻസസ് ഡേറ്റയാണ്. ഇതെങ്ങനെയൊക്കെയാണ് സർക്കാരിന്റെ വിവിധ ജനക്ഷേമ പദ്ധതികളെ ബാധിക്കുന്നതെന്ന് നോക്കാം. ലോകത്ത് ഇന്നും ദാരിദ്ര്യം നിലനിൽക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. 2022-23 ഔദ്യോഗിക കണക്കനുസരിച്ച് ഇന്ത്യയിലെ ദാരിദ്ര്യം 11.28% കുറഞ്ഞിട്ടുണ്ടെങ്കിലും 142 കോടി ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യ എന്നുകൂടി പരിഗണിക്കുമ്പോഴാണ് ആശ്വസിക്കാറായിട്ടില്ല എന്ന് മനസ്സിലാവുക. ഇന്ത്യയിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യം വെച്ച് 2013 ഭാരത സർക്കാർ കൊണ്ടുവന്ന നിയമമാണ് ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം. ഇത് ഇന്ത്യൻ ജനസംഖ്യയുടെ 2/3 ജനങ്ങൾക്ക് സബ്സിഡിയായി ഭക്ഷ്യധാന്യം നൽകാൻ നിഷ്കർഷിക്കുന്നു. പക്ഷേ അത് 2011 സെൻസസ് ഡേറ്റയുടെ അടിസ്ഥാനത്തിലായിരുന്നു. എന്നാൽ 13 വർഷങ്ങൾക്കിപ്പുറം ഇന്ത്യയുടെ ജനസംഖ്യയിൽ ഗണ്യമായ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് 10 കോടിയോളം ജനങ്ങൾക്കെങ്കിലും ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമത്തിന്റെ ആനുകൂല്യം ലഭിക്കുന്നില്ല എന്ന് വിലയിരുത്തപ്പെടുന്നു. ഇതിനെ സാധൂകരിക്കുന്നതാണ് 2024 ഡെക്കാൻ ഹെറാൾഡ് പുറത്തുവിട്ട ഒരു പഠന റിപ്പോർട്ട്. 2019 ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമത്തിന്റെ കീഴിൽ ആനുകൂല്യം ലഭിക്കുന്നതിനായി
റേഷൻ കാർഡിനായി അപേക്ഷ നൽകിയ പലരെയും സെൻസസ് റിപ്പോർട്ട് കാലഹരണപ്പെട്ടതിനാൽ റേഷൻ കാർഡ് നൽകാതെ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇട്ടിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നു. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും കോടിക്കണക്കിന് ഇന്ത്യക്കാർ ഇതുപോലെ റേഷൻ കാർഡിന് അപേക്ഷ നൽകി കാത്തിരിക്കുന്നുവെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. ഇതേ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്ന മറ്റൊരു കാര്യം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ചാണ്. ദശലക്ഷക്കണക്കിന് ഗ്രാമീണ കുടുംബങ്ങൾക്ക് കൈത്താങ്ങാവുന്ന തൊഴിലുറപ്പ് പദ്ധതിയും ഫണ്ട് വിനിയോഗത്തിനായി ആശ്രയിക്കുന്നത് 2011 സെൻസസ് റിപ്പോർട്ടിനെയാണ്. പുതിയ കണക്കുകൾ ഇല്ലാത്തതിനാൽ തൊഴിലുറപ്പ് പദ്ധതി അതിന്റെ ഉദ്ദേശ്യം ഫലപ്രദമായി നിറവേറ്റാൻ പെടാപ്പാട് പെടുന്നുവെന്ന് ഡെക്കാൻ ഹെറാൾഡിന്റെ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. രാജ്യത്തെ രാഷ്ട്രീയ ചേരികളിൽ നിന്നും ജാതി സെൻസസിനായുള്ള ഒരാവശ്യവും ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. സാമൂഹിക അസമത്വം, ജാതി വിവേചനം എന്നീ അടിയന്തര പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതിനും വിഭവങ്ങളുടെ തുല്യമായ വിതരണത്തിനും ജാതിയുമായി ബന്ധപ്പെട്ട റിസർവേഷൻ പോലുള്ള പോളിസികളുടെ ഫലപ്രാപ്തി മനസ്സിലാക്കുന്നതിനും ജാതി സെൻസസ് അനിവാര്യമാണെന്നാണ് ഇക്കൂട്ടരുടെ വാദം. എന്നാൽ ജാതി സെൻസസ് ജാതി വ്യവസ്ഥയെ സമൂഹത്തിൽ ഊട്ടിയുറപ്പിക്കുമെന്നും സാമൂഹിക വിഭജനം ഉണ്ടാക്കുമെന്നും ജനങ്ങൾക്കിടയിലെ വ്യത്യാസങ്ങളല്ല പകരം സമാനതകളാണ് ദേശീയ ഉദ്ഗ്രഥനത്തിനായി ഉയർത്തിക്കാട്ടേണ്ടതെന്നും മറുപക്ഷം വാദിക്കുന്നു. 1881 മുതൽ 1931 വരെ രാജ്യത്ത് ജാതി സെൻസസ് എടുത്തിരുന്നു. സ്വാതന്ത്ര്യാനന്തരം 1951 ജാതി സെൻസസ് എടുക്കുന്നത് സർക്കാർ നിർത്തി. ദേശീയ ഐക്യം പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. 2011 രാജ്യവ്യാപകമായി ഒരു സോഷ്യോ എക്കണോമിക് ആൻഡ് കാസ്റ്റ് സെൻസസ് നടത്തിയിരുന്നു. എന്നാൽ ഈ ജാതി സെൻസസിലെ വിവരങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് ഒഴിച്ച് മറ്റൊരു ജാതിയുടെയും സെൻസസ് എടുക്കേണ്ടതില്ല എന്നാണ് 2021 സർക്കാർ ലോക്സഭയിൽ പറഞ്ഞത്. സെൻസസ് വൈകുന്നതിനാൽ കുടിയേറ്റം, നഗരവൽക്കരണം, ജനസംഖ്യാപരമായ മാറ്റങ്ങൾ എന്നിവയും പ്രശ്നം സൃഷ്ടിക്കുന്നു. വൻതോതിൽ തൊഴിലാളികളുടെ കുടിയേറ്റം നടക്കുന്ന മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളും ഡൽഹിയും കാലഹരണപ്പെട്ട സെൻസസ് രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഇന്നും നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇത് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഭൂപടം ഉപയോഗിച്ച് ആധുനിക നഗരത്തിൽ സഞ്ചരിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ്. സെൻസസിനെ കുറിച്ചുള്ള മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ വസ്തുത എന്തെന്നാൽ ഇതാണ് രാജ്യത്തെ മറ്റ് സർവേ റിപ്പോർട്ടുകളെ സാധൂകരിക്കുന്നത്. ഉദാഹരണത്തിന് നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് നടത്തുന്ന ഹൗസ് ഹോൾഡ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ സർവേ തന്നെ എടുക്കാം. കുടുംബങ്ങൾ അവരുടെ പണം എങ്ങനെയാണ് വിനിയോഗിക്കുന്നത് എന്നറിയാൻ ഓരോ 5 വർഷത്തിലും നടത്തുന്ന ഒരു സർവേ ആണിത്. മറ്റൊരു സർവേയാണ് പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ. നഗരങ്ങളിലെയും ഗ്രാമങ്ങളിലെയും തൊഴിൽ പ്രവണതകൾ പരിശോധിക്കാൻ നടത്തുന്ന സർവേയാണിത്. ആരോഗ്യ മേഖലയിലെ പദ്ധതി ആസൂത്രണത്തിനായി നടത്തുന്ന നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേയാണ് മറ്റൊരു ഇമ്പോർട്ടന്റ് സർവേ. രാജ്യവ്യാപകമായി നടപ്പിലാക്കാൻ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉള്ളതിനാൽ ഈ സർവേകൾ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും പ്രതിനിധീകരിക്കാനായി നിശ്ചിത എണ്ണം ആളുകൾ ഉൾപ്പെടുന്ന സാമ്പിളുകളാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ഉൾപ്പെടുത്തിയാണ് സെൻസസ് നടത്തുന്നത് എന്നതുകൊണ്ട് തന്നെ മേൽപ്പറഞ്ഞ നിർണായക സർവേ റിപ്പോർട്ടുകളുടെ കൃത്യത പരിശോധിക്കാനായി ആശ്രയിക്കുന്നത് ഓരോ 10 വർഷ ഇടവേളകളിലും കൃത്യമായി നടത്തപ്പെടുന്ന സെൻസസ് റിപ്പോർട്ടിനെയാണ്. ഇന്ത്യയുടെ കാര്യത്തിൽ 2021 നടത്തേണ്ടിയിരുന്ന സെൻസസിന് മറ്റൊരു പ്രധാന ദൗത്യം കൂടിയുണ്ട്. അത് രാജ്യത്തെ ലോക്സഭാ മണ്ഡലങ്ങളുടെ അതിർത്തി നിർണയമാണ്. ലോക്സഭാ മണ്ഡലങ്ങളുടെ അതിർത്തി നിർണയത്തിന്റെ അടിസ്ഥാന ശിലയാണ് സെൻസസ് റിപ്പോർട്ട്. 2002 ഇന്ത്യയിൽ അവസാനമായി ലോക്സഭാ മണ്ഡലങ്ങളുടെ അതിർത്തി നിർണയം നടന്നത്. ഇതിൻ പ്രകാരം നിലവിൽ 543 ലോക്സഭാ മണ്ഡലങ്ങളാണ് ഇന്ത്യയിലുള്ളത്. ലോക്സഭാ മണ്ഡലങ്ങളുടെ അതിർത്തി നിർണയവുമായി ആനുപാതികമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഘടകമാണ് ജനസംഖ്യ. ജനസംഖ്യ കൂടുമ്പോൾ ആനുപാതികമായി തന്നെ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണവും കൂടണം. 2025 നടക്കാനിരിക്കുന്ന സെൻസസ് പൂർത്തിയാകുന്നതോടെയേ ഇത് സാധ്യമാകൂ. 142 കോടിയിലധികം ജനങ്ങളുള്ള രാജ്യത്ത് സെൻസസ് നടത്തുക എന്നത് ചെറിയ ദൗത്യമല്ല. 2026 ഈ സെൻസസ് പൂർത്തിയാകുന്നതോടെ മാത്രമേ ലോക്സഭാ മണ്ഡലങ്ങളുടെ അതിർത്തി നിർണയം തുടങ്ങാനാകൂ. 2 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സാണിത്. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി ഇത് പൂർത്തിയാക്കണമെങ്കിൽ 2026 തന്നെ സെൻസസ് പൂർത്തിയാകേണ്ടതുണ്ട്. ലോക്സഭാ മണ്ഡലങ്ങളുടെ അതിർത്തി നിർണയം പൂർത്തിയാകുന്നതോടുകൂടി പല സംസ്ഥാനങ്ങളിലെയും ലോക്സഭാ സീറ്റുകളുടെ എണ്ണത്തിൽ കാര്യമായ വ്യത്യാസം വരും എന്ന് കണക്കാക്കപ്പെടുന്നു. ഉദാഹരണത്തിന് കർണാടകയിലെ ലോക്സഭാ സീറ്റുകൾ 28 നിന്നും 36 ഉത്തർപ്രദേശിൽ 80 നിന്നും 143 തമിഴ്നാട്ടിൽ 39 നിന്നും 49 വർദ്ധിക്കുമെന്ന് കണക്കാക്കപ്പെടുന്നു. എന്നാൽ നിയന്ത്രിത ജനസംഖ്യാ വളർച്ചയുള്ള കേരളത്തിലെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണത്തിൽ കാര്യമായ മാറ്റം വരില്ല എന്നും സൂചനയുണ്ട്. ഇങ്ങനെ രാജ്യത്തെ മൊത്തം ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം നിലവിലെ 543 നിന്നും ഏകദേശം 848 ഉയരും എന്നും മനസ്സിലാക്കുന്നു. അതിനാൽ 142 കോടി ജനങ്ങളുള്ള ജനാധിപത്യ രാജ്യത്ത് ന്യായമായ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിന് കാലാനുസൃതമായി ലോക്സഭാ മണ്ഡലങ്ങളുടെ അതിർത്തി നിർണയം നടത്തേണ്ടത് അനിവാര്യമാണ്. മേൽപ്പറഞ്ഞ പ്രശ്നങ്ങളുടെ എല്ലാം പരിഹാരം വളരെ ലളിതമാണ്. വൈകിയ സെൻസസ് എത്രയും വേഗം തുടങ്ങി സമയബന്ധമായി പൂർത്തിയാക്കുക. കൃത്യമായ ജനസംഖ്യാപരമായ വിവരമാണ് ഒരു സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാനം.
അതുകൊണ്ട് എത്ര വേഗം നമ്മൾ സെൻസസ് പൂർത്തിയാക്കുന്നുവോ അത്രയും വേഗം നമുക്ക് സെൻസസ് വൈകുന്നതിലൂടെ ഉണ്ടായ ന്യൂനതകൾ ഫിക്സ് ചെയ്യാം. ഇന്ത്യ പോലെ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് സെൻസസ് എടുക്കുന്നതിൽ വരുത്തുന്ന കാലതാമസത്തിന്റെ വില അവഗണിക്കാൻ കഴിയാത്തത്ര വലുതാണ്. കൂടാതെ UK, ചൈന, US തുടങ്ങിയ രാജ്യങ്ങൾക്ക് ഗുരുതരമായ കോവിഡ് സമയത്ത് പോലും അവരുടെ സെൻസസ് പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഇനിയും സെൻസസ് വൈകിക്കുന്നതിൽ ന്യായമില്ല. കാരണം സെൻസസ് ഒരു ഔപചാരികത മാത്രമല്ല, അതൊരു ആവശ്യകത കൂടിയാണ്. ജയ് ഹിന്ദ്. ചാണക്യന്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.